2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 6 ദിവസം പിന്നിട്ടിട്ടും ഭരണവിനിമയ കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥയെ പരിഹസിച്ചുകൊണ്ടാണ് നടൻ സന്തോഷ് പണ്ഡിറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂരിപക്ഷം ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ വൈകുന്നതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പണ്ഡിറ്റ് തന്റെ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയത്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ആരെയും കിട്ടുന്നില്ലെങ്കിൽ ആ പദവി ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് പണ്ഡിറ്റ് അറിയിച്ചു. ഭരണം നിശ്ചലമാകാതിരിക്കാൻ ഒരു പകരക്കാരനെന്ന നിലയിലാണ് അദ്ദേഹം സ്വയം അവതരിച്ചത്. UDFന് ലഭിച്ച 64 MLA-മാരിൽ വെറും 21 പേരുടെ പിന്തുണ മാത്രം തനിക്ക് മതിയെന്നും ബാക്കി വേണ്ട 12 പേരെ താൻ ഒപ്പിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. ചിലർക്ക് ഉപമുഖ്യമന്ത്രി പദവി, മറ്റുള്ളവർക്ക് ക്യാബിനറ്റ് പദവികളും മറ്റു ഓഫറുകളും, ഇങ്ങനെ തന്ത്രപരമായി 33 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്നെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ താൻ തയ്യാറാണെന്നായിരുന്നു മറ്റൊരു പ്രധാന പരിഹാസം. താൻ മുഖ്യമന്ത്രിയായാൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കുന്ന ഗ്രൂപ്പ് പോരുകൾക്ക് അന്ത്യമുണ്ടാകുമെന്നും ഒരു ഗ്രൂപ്പിസവും പിന്നീട് തലവെക്കുകയില്ലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. നിലവിൽ താൻ MLA അല്ലാത്തതിനാൽ പാലക്കാട് അല്ലെങ്കിൽ മഞ്ചേശ്വരം MLA-മാരെ രാജിവെപ്പിച്ചാൽ അവിടെ താൻ മത്സരിച്ച് ജയിച്ചുകൊള്ളാം എന്ന വെല്ലുവിളിയും അദ്ദേഹം മുന്നോട്ട് വെച്ചു. പണ്ഡിറ്റ് പുലിയല്ല, പുലിയെ വേട്ടയാടുന്നവനാണ്, ദ റിയൽ ഗോൾഡ് എമംഗ് ദ റോൾഡ് ഗോൾഡ് എന്ന തന്റെ സ്ഥിരം ശൈലിയിലുള്ള ഡയലോഗോടെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ 64 MLA-മാരുടെ പിന്തുണയോടെ അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചെങ്കിലും ആര് നയിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ പാർട്ടി പകച്ചു നിൽക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് മുഖ്യമന്ത്രി നിർണയത്തിന് പ്രധാന തടസ്സമാകുന്നത്. VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം ഒരു വിഭാഗം ശക്തമായി ഉയർത്തുമ്പോൾ മുതിർന്ന മറ്റു നേതാക്കളും ഈ പദവിക്കായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ തർക്കം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയെങ്കിലും അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നേതാക്കളെ പിണക്കാതെയുള്ള ഒരു സമവായ ഫോർമുല കണ്ടെത്തുക എന്നത് ഡൽഹി നേതൃത്വത്തിന് വലിയ വെല്ലുവിളിയാണ്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 6 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത് ഭരണനിർവഹണത്തെ ബാധിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്ന് ഓരോ ദിവസവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ചർച്ചകൾ വഴിമുട്ടുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഭരണവിനിമയത്തിലെ ഈ കാലതാമസം UDFിലെ ഘടകകക്ഷികൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഭരണം തുടങ്ങും മുൻപേയുള്ള ഈ പോര് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക അവർക്കുണ്ട്. ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയെ പരിഹസിച്ചുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ളവർ രംഗത്തെത്തുന്നത്. ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ ജനമധ്യത്തിൽ പരിഹാസ്യമാകുന്നതിന് കാരണമാകുന്നു. ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ താൻ മുഖ്യമന്ത്രിയാകാമെന്ന പണ്ഡിറ്റിന്റെ പരിഹാസം ഈ പ്രതിസന്ധിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ നിയമസഭയിൽ അംഗമല്ലാത്ത തനിക്ക് മുഖ്യമന്ത്രിയാകാൻ തടസ്സമില്ലെന്ന് പണ്ഡിറ്റ് വാദിക്കുന്നുണ്ട്. അതിനായി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വഴി ഇതാണ്: പാലക്കാട് അല്ലെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ MLA-മാരെ രാജിവെപ്പിച്ച് അവിടെ മത്സരിച്ച് ജയിച്ചു വരാൻ തനിക്ക് യാതൊരു പ്രയാസവും ഇല്ലെന്നാണ് പണ്ഡിറ്റിന്റെ അവകാശവാദം. രാഷ്ട്രീയക്കാരെ മുനവെച്ച് പരിഹസിക്കുന്നതിനിടയിലും തന്റെ ബ്രാൻഡ് മൂല്യം ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം മറന്നിട്ടില്ല. നിലവിലത്തെ രാഷ്ട്രീയ നേതാക്കളെ റോൾഡ് ഗോൾഡ് എന്ന് പരോക്ഷമായി വിശേഷിപ്പിച്ച പണ്ഡിറ്റ് താനാണ് ദ റിയൽ ഗോൾഡ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. തന്നെ പോലെ തീരുമാനങ്ങൾ എടുക്കാൻ കെൽപ്പുള്ള മറ്റാരുമില്ലെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെ കാലങ്ങളായി വേട്ടയാടുന്ന ഗ്രൂപ്പ് വൈര്യം തന്റെ ഭരണത്തിന് കീഴിൽ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാതെ താൻ മുഖ്യമന്ത്രിയായാൽ എല്ലാ പോരുകളും അവസാനിപ്പിക്കുമെന്നാണ് പണ്ഡിറ്റിന്റെ യുക്തി. മറ്റുള്ളവർ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്കും മറ്റും വിമാനം കയറുമ്പോൾ തനിക്ക് അത്തരത്തിലുള്ള യാതൊരു ചടങ്ങുകളുടെയും ആവശ്യമില്ലെന്നും അനുവാദം തന്നാൽ ഇന്ന് രാവിലെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്നും പറഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തെ നാണം കെടുത്തുന്നുണ്ട്.